ആരും നിർബന്ധിക്കണ്ട, പറയാനുള്ളതാണ് അവർ പറയും. ഇവിടെ ഞാൻ ഓരോ റിക്വസ്റ്റ് ചെയ്ത്, കാരണം എനിക്ക് ആ ആൾക്ക് പേഴ്സണലി ഹേർട്ട് ചെയ്യാൻ എനിക്ക് ഒരു താല്പര്യമില്ല. ഞാൻ ഓരോ കാര്യം പറഞ്ഞ ആൾക്ക് മനസ്സിലായി, പറഞ്ഞ ആൾക്ക് മനസ്സിലായി. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ആരൊക്കെ ഇവിടെ എക്സ്പ്ലനേഷൻ കംപ്ലൈന്റ് അല്ല, ഞാൻ വളരെ കൃത്യമായിട്ട് ഒരു റിക്വസ്റ്റ് ആണ്. ഈ വാക്ക് പറഞ്ഞ മുന്നേ ശ്രദ്ധിക്കണം, കാരണം ഞാൻ ഒറ്റയ്ക്കല്ല. അത് ജസ്റ്റ് സൂക്ഷിക്കും. ഈ ഡിസ്കഷൻ പ്ലീസ് വേണ്ട. ഞാൻ കൈ പിടിച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് താല്പര്യമില്ല പറഞ്ഞു. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടെ. ഒരു മിനിറ്റ് ആണോ? അപ്പൊ അങ്ങനെ ഉണ്ടാവരുന്ന ഒരു പബ്ലിക്കായിട്ട് പറഞ്ഞു. നോറയല്ല, എനിക്ക് ആളെ അറിയാം. അത് അവരുടെ പേഴ്സണൽ കാര്യം, അത് അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. പറഞ്ഞാക്ക് മനസ്സിലായില്ലേ? ഇവിടെ പറഞ്ഞാക്ക് മനസ്സിലായി. സംസാരിക്കുമ്പോ അത് ആരാന്നുള്ളത് പറയണം, അല്ലെങ്കിൽ ഈ ആളല്ലാതെങ്കിലും പറഞ്ഞിട്ട് പോണല്ലോ. വേറെ രീതിയിൽ പോകും. കാര്യം ഇവിടെ നമ്മൾ മാത്രമല്ല ഉള്ളത്, നമുക്ക് ക്യാമറ ഇല്ലേ, സ്റ്റോറി വെളിയിൽ പോകൂലേ, ആരാണ് പറഞ്ഞെന്ന് പുറത്തു പോകില്ലേ? അങ്ങനെ പോയാ മതി, അങ്ങനെ പോയാ മതി. ഇതിപ്പോ പറഞ്ഞ ആൾക്കാർക്ക് അറിയാം ആരാണ് പറഞ്ഞത്. നമ്മളല്ല പറഞ്ഞതെന്ന് അറിയാവുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ആരാണ് അറിയണം എന്നുള്ളൊരു ഇത് കാണിക്കുന്നത്. അപ്പൊ ആരാണ് പറഞ്ഞതെന്നുള്ളത് ക്യാമറ കണ്ടിട്ട് പുറത്ത് പോയിട്ടുണ്ട്. Nora, look at me. Why you are angry? അല്ല, അത് അല്ലല്ല, ഞാൻ ജസ്മിനിനെ നോക്കി സംസാരിച്ചു. അപ്പൊ എന്നെ ഞാൻ ജാസ്മിനെ നോക്കി സംസാരിച്ചെന്ന് പറയുമ്പോ സോ ഞാനതിന് എന്താ മനസ്സിലാക്കണ്ടേ? എന്നാ ആരെ സംസാരിച്ചെന്ന് അറിയണം, എനിക്കറിയണം, എനിക്കിപ്പ അറിയണം, ഇതിങ്ങനെ പറയുമ്പോ എനിക്കിപ്പ അറിയാം. സംസാരിക്കുന്ന സമയത്ത് പല ആൾക്കാർക്കും പറയട്ടെ, അതായത് ചിലർ നിലത്ത് നോക്കി സംസാരിക്കുന്നവരുണ്ട്, ചിലർ എപ്പോഴും സ്ട്രൈറ്റ് നോക്കി സംസാരിക്കുന്നവരുണ്ട്. അങ്ങനല്ല സംസാരിച്ചത്. ഇതിന്റെ പുറകെ പോവല്ലേ, ഈ വള്ളി പിടിക്കല്ലേ, നിനക്കുള്ള വള്ളിയല്ലേ ഇത്. സംസാരിക്കുന്ന രീതികളുണ്ട്, പലരും പല സൈഡിൽ നോക്കിയിട്ടാണ് എപ്പോഴും സംസാരിക്കാറ്. സംസാരിച്ചത് അത് പിന്നെ അറിയാമെന്ന് പറഞ്ഞു, അത് പിന്നെ അറിയാമെന്ന് പറഞ്ഞു. എനിക്ക് കാര്യം അറിയണം, എന്താണെന്ന് അറിയണം. ഇത് തമാശക്കാണ് അയാള് പറഞ്ഞതെങ്കിലോ, എങ്കിലും തമാശക്ക് ആരും പറയൂലേ ഇവിടെ? എന്നാ പറഞ്ഞ് എനിക്ക് പറയാൻ സൗകര്യമില്ല, മനസ്സിലായ? നീ നിന്റെ കാര്യം ഏറി വെച്ച് വാങ്ങിക്കാൻ നിന്റെ കാര്യം നമ്മൾ കേസ് വിട്ട് അവളാണ് അവങ്ങ വന്നിട്ട് എന്തിനോ ഇങ്ങനെ സംസാരിക്കുമ്പോ കൈ ഇതായില്ലേ, അപ്പൊ നോറയെ നോക്കി ആയതുകൊണ്ട് നോറാന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിക്കണ്ട, കാരണം നീയല്ല. ഓക്കെ, ശ്രദ്ധിക്കുക എല്ലാവരും, ലിവിംഗ് റൂമിൽ വന്നിരിക്കുക. നോക്കി സംസാരിച്ചത് ഞാനും അടിച്ചൊരു സെന്റൻസ് നിന്നെ നോക്കിയാണോ സംസാരിച്ചത്, അത് നിനക്ക് പിന്നെ മനസ്സിലാവും. ഇതിലാണ് ഞാൻ ദേഷ്യപ്പെട്ടത്. അത് നിന്നെ ഉദ്ദേശിച്ചതല്ല എന്നാണ് പറഞ്ഞത്. പറയുന്ന ടോൺ ശ്രദ്ധിക്കും നിങ്ങള്. ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല നീയല്ലാന്ന്, നിന്നല്ല ഉദ്ദേശിച്ചത്. നിനക്ക് അത്ര ബുദ്ധി കുറവാ, ജാസ്മിന. നീ അല്ല എന്ന് പറഞ്ഞത് ഇതിലാണ് ഞാൻ ഇപ്പൊ ഇരിക്കുന്നത്. എനിക്കിവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമല്ലേ, എന്ത് ഞാൻ പറയുമ്പോഴേക്ക് ഇവിടെ കിടന്ന് എല്ലാവരും എന്താണ് താലിബ് എന്താ കാണിച്ചേ? നീ കണ്ടില്ലേ? നീ ഇപ്പൊ എന്താ കാണിച്ചേ? ഇപ്പൊ അയാൾ എന്താ കാണിച്ചത്? അയാൾ ഇപ്പൊ എന്താ കാണിച്ചത്?
പിന്നെ കാണിച്ചു ഞാൻ കാണിച്ചൊന്നുമില്ല. അയാൾ കാണിച്ചു. ലൈക് വേണമെങ്കിൽ കാണിച്ചു തരാം. ലൈക് ഇങ്ങനെ കാണിച്ചു. നീ കണ്ടോണ്ടിരിക്കുക. ഞാൻ കണ്ടു. ഇറ്റ്സ് റോങ്. സിബിൻ ബ്രോ അതും തെറ്റാണ്. അത് തെറ്റാണ്. ഞാൻ അപ്പോളജൈസ് ചെയ്യും തെറ്റാണെങ്കിൽ. തെറ്റാ ഇനിയോ ചെയ്ത് കഴിഞ്ഞിട്ടോ? കമോൺ സിറ്റ്. ഇത്ര ജനങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടോ? അത് തെറ്റാണ്. ഞാൻ സംസാരിക്കാം. ഞാൻ ചെയ്ത ഗസ്റ്റർ തെറ്റാണ്. ജോസ്മിൻ വെരി വെരി സോറി ഫോർ ദാറ്റ്. ഫസ്റ്റ് എന്റെ പ്രഷർ കാരണം ഞാൻ ചെയ്തു പോയതാണ്. ചീത്ത വിളിക്കൂലേ? ഞാൻ എന്റെ കയ്യിൽ നിന്ന് പോയതാണ്. സോറി പറഞ്ഞു. കൂടുതൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജസ്മിൻ എന്നോട് ക്ഷമിക്കും കേട്ടോ. അല്ല ഇതൊരു കംപ്ലൈന്റ് ആട്ടോ. അതെ അക്സെപ്റ്റ് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ഇത്തരം സെൻസിറ്റീവായ വിഷയങ്ങൾ ചർച്ചയാക്കരുതെന്ന് നിങ്ങളോടൊരിക്കൽ പറഞ്ഞതാണ്. ഇത് സംരക്ഷണ നിയമങ്ങൾക്ക് എതിരാണ്. ഈ വിഷയത്തിൽ ഇനി കൂടുതൽ ചർച്ചകൾ വേണ്ട. ഇത് ശക്തമായ താക്കീതാണ്. ഓക്കെ ബിഗ് ബോസ്. എല്ലാവർക്കും പിരിഞ്ഞു പോകാം. താങ്ക് യു ബിഗ് ബോസ്. താല്പര്യമില്ല. കാരണം ഇത് ഡിസ്കസ് ചെയ്യാൻ ഇനി അതിനെ കുറിച്ച് പറയേ വേണ്ട. മിണ്ടാണ്ടിരിക്കുക എല്ലാവരും. ശബ്ദമുയർന്നാൽ ഞാൻ പറയാം. ഇപ്പൊ തന്നെ പറഞ്ഞു. ജാസ്മിനോട് സിബിൻ കാണിച്ചത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതിന് കർശനമായ നടപടി തന്നെ എടുക്കും. പക്ഷെ നമുക്ക് കുറച്ച് സമയം വേണം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല. സിബിൻ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊന്നും പറയാനില്ല. ഞാൻ ചെയ്തത് വളരെ മോശമായിട്ട് ഒരു ഗസ്റ്ററാണ്. ഒരിക്കലും ഒരു പബ്ലിക് വേദിയിൽ ഒരാളോടും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത് മനസ്സിലാക്കുന്നു. എന്റെ ദേഷ്യം ഞാൻ കൺട്രോൾ ചെയ്യണമായിരുന്നു. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അത് പുറത്തേക്ക് നാവിലൂടെ വരാതിരിക്കാൻ ഒരു ഗസ്റ്ററിലൂടെ ഞാൻ കാണിച്ചു. അത് തെറ്റായിപ്പോയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാൻ ചെയ്ത പൊതുവേദിയിലും ജനങ്ങളോടും ജാസ്മിനോടും വളരെ ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കും. പിന്നെ എല്ലാ ഷോയും കാണിച്ച് പിന്നെ പ്രേക്ഷകരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഒരു സോറി അങ്ങ് പറഞ്ഞ എല്ലാം അങ്ങ് തീരുമല്ലോ. ഉച്ചയ്ക്ക് 12:05. ഇനി ഈ വീട്ടിൽ എന്തുണ്ടായാലും ഇനി എനിക്ക് അവൾ ഈ വീട്ടിലില്ല. മനസ്സിലായ? ഞാൻ ഇനി ആ പെണ്ണിന്റെ ഒരു കാര്യം അറ്റൻഡ് ചെയ്യൂല. ഒരു കാര്യം. അവള് തെറ്റ് ചെയ്താലും ശരി ചെയ്താലും അവൾ എനിക്ക് ഇനി എന്റെ കുറുകെ വന്നിരുന്നാലും ഞാൻ അവളെ അറ്റൻഡ് ചെയ്യില്ല. അവളെ ഉണ്ടാക്കുന്ന ഭക്ഷണവും ഞാൻ കഴിക്കില്ല.